അതെന്നെ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക്. ഒരു ഗിഫ്റ്റ് ചെയ്തരാ കേട്ടോ. ഒന്ന് കണ്ണടയ്ക്കോ? അല്ല കണ്ണടക്കി കണ്ണടക്കി കൈയെടുക്ക്. കളത്തരം കാണിച്ചാലോ? കണ്ണ് തുറക്ക്. നിനക്ക് തന്നെ ഫ്ലിപ്കാർട്ട് ആദ്യത് ഓർഡർ ചെയ്താണത്? ഒന്നുമല്ല. അതെ അല്ലെന്നേ. അമ്മയുടെ ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഓരോ രൂപ 2 രൂപ എടുത്തെടുത്ത് വെക്കുന്നു. പിന്നെ അങ്ങനൊന്നും ഇല്ല. നമ്മളെങ്ങനെ വലിയ കാശാവരാവും? അല്ല കുഞ്ഞെ, വലിയ വീടൊക്കെ ഇട്ടുണ്ടോ നാട്ടിൽ പോയിട്ട്? ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് കാണുന്നതാണ്. ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിലേ ഇല്ല. ഈ അട്ടപ്പെട്ടിയല്ല, ഈ ഒരു സാധനം. താങ്ക് യു അനിൽ ലേബ. അപ്പൊ പിള്ളേരോ? ഓക്കെ. ലെതറാണോ? ലെതറാണെന്നാ പറഞ്ഞതേ ഇല്ല നീ. അങ്ങനെയല്ലേ നമ്മള് വാലൻസ് ഡേ സ്പെഷ്യലൊക്കെ കൊടുക്കുക. പിന്നെ എൻഗേജ്മെന്റ് സ്പെഷ്യലാന്ന് വിചാരിച്ചു. അതുപോലെ വാലൻസ് ഡേ അല്ല, നമ്മുടെ എൻഗേജ്മെന്റ് ഡേ ആണ്. എൻഗേജ്മെന്റ് ആനിവേഴ്സറി. അതെ, ഇന്നാണ് ആ ഡേ. ഇന്ന് വാലൻസ് ഡേ ആണ്, ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഡേ ആണ്. ചെലവില്ലാത്ത കാര്യം. ഇതിനകത്ത് വല്ല ഉണ്ടോ നോക്കട്ടെ. വല്ല പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെലവ് ചെയ്ത് വല്ല മനസ്സിലായിരുന്നു. ഓക്കെ, താങ്ക് യു. നന്ദി മാത്രമേ ഉള്ളൂ പ്രിയതമേ. യു ആർ വെൽക്കം. മിട്ടൂസിന് ഇതൊക്കെ കേട്ടിട്ട് ചിരി വരുന്നു. പൊളിക്കല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യണം. എടുത്താ നമ്മുടെ ഈ പൈസ മുഴുവൻ ചില്ലറ മാറിയിട്ട് നോട്ടാക്കണം. നോട്ടായാലേ ഇതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. എത്ര വേണം? കുറേ 500s വേണം. നമുക്ക് പേഴ്സിൽ മുഴുവൻ പൈസയൊക്കെ നമുക്ക് എന്താ വാങ്ങാം? ലോലിപോപ്പ് വാങ്ങാം, ചിക്കൻ ലോലിപോപ്പ് വാങ്ങാം, സ്ട്രോബെറി, ഐസ്ക്രീം, പിന്നെന്ത് വേണം? ചോക്ലേറ്റ്, പിന്നെ ഗ്രേപ്സ്. വീട്ടിലെന്ത് വാങ്ങണോടാ? ഒത്തിരി പൈസ കിട്ടിയാലേ. അന്ന് സൈക്കിൾ എന്ന് പറഞ്ഞു, വലിയ സൈക്കിള്. എന്ത് സൈക്കിള്? ബ്ലൂ ആണോ? ബ്ലൂ. അവൾ നീ ബ്ലൂ എന്ന് പറഞ്ഞു, അവള് ബ്ലൂ എന്ന് പറഞ്ഞു. ബ്ലൂ വേണോ ബ്ലൂ വേണോ? അതൊക്കെ എന്ത് വേണം? പിങ്ക് സൈക്കിൾ. ചെറിയ പിങ്ക് സൈക്കിളോ? അപ്പോ ഞാനേ ഇതില് എൻ്റെ മക്കളെ കൊണ്ട് ആദ്യം ഇടിപ്പിക്കാം പൈസ. എൻ്റെ കയ്യോ ഐശ്വര്യമില്ല, ഒന്നിനും കൊള്ളില്ല. ഞാൻ അവരെ കൊണ്ട് ഇടിപ്പിക്കാനാ. മുട്ടൂസേ വാടാ കള്ളേ, കുഞ്ഞിക്കളി വാ. പിന്നെ ഇത് ഇടണം കേട്ടോ. നമ്മുടെ അപ്പയുടെ പേഴ്സിൽ ആ കൈ റൈറ്റ് ഹാൻഡ് ഒത്തിരി പൈസ നിറഞ്ഞ് ഇത്ര തന്നെ എപ്പോഴും കേട്ടോ. അത് പോവില്ല. നിക്ക് വെക്കോ. ഫസ്റ്റ് അവളാണ്. അപ്പേ വാലൻസ് ഡേ അതുമാത്രമല്ല, ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി അതോട് അനുബന്ധിച്ച് എൻ്റെ വൈഫ് ഓർഡർ ചെയ്യുന്ന പേഴ്സാണിത്. അപ്പോൾ എൻ്റെ കൈ ഇത്ര വർഷമായിട്ട് ഒന്നിനും കൊള്ളാത്ത കൈയാണ്. അപ്പോൾ ഇത് ഇപ്രാവശ്യം മക്കളെ കൊണ്ടാണ് ആദ്യം പൈസ ഇടിപ്പിച്ചത്. അപ്പോൾ ഇനി ഇതിലൂടെ വേണം വല്ലതും വെച്ചട് മുന്നോട്ട് പോകാനോ. എന്നാൽ ദാസനം വിജയം സ്വപ്നം കാണുന്ന പോലെയൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അത് എത്രത്തോളം ഫലവത്താവുന്നുള്ളത് അറിയില്ല. വെയിറ്റ് ആൻഡ് സീ.